Dear students, welcome to Learner's World. In this video, I'm going to talk about Build a Tower, Build a Team by Tom Wojcik, FIUGP Semester for SEC Humanities under Calcutta University. Summary of Build a Tower, Build a Team. Tom Wojcik is a famous author, speaker, and innovation expert known for his TED Talks. ടോം വുജിക്ക് അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്, അതുപോലെ സ്പീക്കറാണ്, പ്രഭാഷകനാണ്, അതുപോലെ ഇന്നൊവേഷൻ എക്സ്പേർട്ട്, ഒരു നവീകരണ വിദഗ്ധനാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ടെഡ് ടോക്സിലാണ് അദ്ദേഹം കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. In this lesson, he talks about the Marshmallow Challenge, a fun team activity that teaches important lessons about teamwork, creativity and problem solving. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു മാഷ്മെല്ലോ ചലഞ്ചാണ്. അതായത് ഒരു രസകരമായിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ടീം ആക്ടിവിറ്റി, അതായത് കൂട്ടായ്മ, അതുപോലെ ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരമായിട്ടുള്ള ഒരു കഴിവ്, അതുപോലെ പ്രോബ്ലം സോൾവിങ്, പ്രശ്നപരിഹാര കഴിവ്, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ചലഞ്ചിലൂടെ, ഒരു മാഷ്മെല്ലോ ചലഞ്ചിലൂടെ ആണ് ഇത് അതിൻ്റെ പ്രാധാന്യം, ടീം വർക്കിൻ്റെയും ക്രിയേറ്റിവിറ്റിൻ്റെയും പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഒക്കെ പ്രാധാന്യം നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. In the marshmallow challenge, small teams are given limited materials such as sticks, tape, string and one marshmallow. അപ്പം മാഷ്മെല്ലോ ചലഞ്ചിൽ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയ ടീമുകളായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൽ സ്റ്റിക്ക്, കമ്പുകൾ വേണം, അതുപോലെ ടേപ്പ് വേണം, അതുപോലെ സ്ട്രിങ്, നൂല് വേണം, അതുപോലെ ഒരു മാഷ്മെല്ലോ വേണം. ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആ ഒരു ടീമിന് നൽകും. Their task is to build the tallest freestanding tower with marshmallow placed on top. അപ്പോൾ അവരുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ നല്ല നീളത്തിലുള്ള, നല്ല ഹൈറ്റിലുള്ള ഒരു മാഷ്മെല്ലോ ടവർ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ ഒരു മാഷ്മെല്ലോ വെച്ചിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ഉയരം കൂടിയ ഒരു ഗോപുരം നിർമ്മിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ദ ആക്ടിവിറ്റി മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ എ ഷോർട്ട് ടൈം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗോപുരം പണിയുക എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ദൗ ഇറ്റ് ലുക്സ് സിമ്പിൾ, ഇറ്റ് ഈസ് ആക്ച്വലി ചലഞ്ചിങ് ആൻഡ് റിവീൽസ് ഹൗ പീപ്പിൾ വർക്ക് ടുഗദർ. അതായത് വളരെ ലളിതമായിട്ട് ഇത് തോന്നുമെങ്കിലും, വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണെന്നാണ് പറയുന്നത്. ഇതിൽ ആളുകൾ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. Tom Wojcik explains that kindergarten children often perform better than business school graduates in the challenge. അപ്പോൾ ഈ ഒരു മാഷ്മെല്ലോ, ഈ ഒരു ചലഞ്ചിൽ കിൻഡർഗാർട്ടൻ കുട്ടികളാണ് പലപ്പോഴും ബിസിനസ് സ്കൂൾ ബിരുദധാരികളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നാണ് പറയുന്നത്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ചിൽഡ്രൻ സ്റ്റാർട്ട് ബിൽഡിങ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് കീപ് ടെസ്റ്റിംഗ് ദെയർ ഐഡിയാസ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് പറയുന്നത്. അത് ബിൽഡ് ചെയ്യാൻ തുടങ്ങും, അതുപോലെ അവരുടെ ആശയങ്ങൾ അവർ പരീക്ഷിക്കുകയൊക്കെ ചെയ്യും. ദ ലേൺ ഫ്രം മിസ്റ്റേക്സ് ആൻഡ് ഇംപ്രൂവ് ദ ഡിസൈൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ കുട്ടികൾ തെറ്റുകളിൽ നിന്ന് അവർ പഠിക്കുകയും ക്രമേണ അവർ അത് ബിൽഡപ്പ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്. On the other hand, adults usually spend too much time planning and arguing about ideas. മറിച്ച് അഡൽട്സ്, അതായത് വലിയ ബിരുദധാരികൾ, അവർ സാധാരണ ചെയ്യുന്നത് ഒരുപാട് സമയം പ്ലാൻ ചെയ്യാനെടുക്കും. ഒരു മാഷ്മെല്ലോ ടവർ നിർമ്മിക്കാൻ പറയുകയാണെങ്കിൽ അത് പ്ലാൻ ചെയ്യാനാണ് ഒരുപാട് ടൈം എടുക്കുന്നത്. അതുപോലെ അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവരുടെ ടീമിനകത്ത് തന്നെ ഒരു വാദപ്രതിവാദമൊക്കെ സൃഷ്ടിക്കാൻ അവരങ്ങനെ സമയം നഷ്ടപ്പെടുത്തും എന്നാണ് പറയുന്നത്. When they finally place the marshmallow on top, the structure often collapses. അതായത് അവസാനം ഈ മാഷ്മെല്ലോ ആ ഒരു ഗോപുരത്തിന് മുകളിൽ വെക്കുന്ന സമയത്ത് പലപ്പോഴും അത് കൊളാപ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് അത് ഒടിഞ്ഞു പോയി താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. The lesson shows that early testing and experimentation are more important than perfect planning. അപ്പോൾ ഈ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് ഏർലി ടെസ്റ്റിംഗ്, അതായത്
ഒരു പ്ലാനിങ്ങിനേക്കാൾ നല്ലത് പ്രാരംഭഘട്ടത്തിലുള്ള പരീക്ഷണങ്ങളാണ്. അതുപോലെ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് കിൻഡർ ഗാർട്ടനിലെ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്, അവർ പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻറ്റ് നൽകാതെ അവർ ആദ്യം തന്നെ അത് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തെറ്റുകളിൽ നിന്ന് അവർ കൂടുതൽ ശരിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് മുതിർന്ന ആളുകൾ ആദ്യം ആ ഒരു ഗോപുരം പണിയാൻ പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് പ്ലാൻ ചെയ്യും. അവരുടെ ആശയങ്ങൾ ഈ ഒരു ടീമിനകത്ത് ആശയങ്ങളുമായിട്ടുള്ള ഒരു വാദപ്രതിവാദം തന്നെ സൃഷ്ടിക്കും. അങ്ങനെയൊക്കെയാണ്. ടീംസ് ദാറ്റ് ട്രൈ സ്മോൾ മോഡൽസ് ചെക്ക് സ്റ്റെബിലിറ്റി ആൻഡ് ഇംപ്രൂവ് കണ്ടിന്യൂസ്ലി പെർഫോം ബെറ്റർ. അതുപോലെ ചെറിയ മോഡൽസ് പരീക്ഷിക്കുകയും അതുപോലെ ഒരു സ്ഥിരത പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നാണ് പറയുന്നത്. which also highlights the importance of good teamwork, leadership and communication. അതുപോലെ തന്നെ വുജക്ക് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ടീം വർക്ക്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അതായത് ഒരു ടീം എന്ന് പറയുന്ന സമയത്ത് അവിടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ലീഡർഷിപ്പ് വേണം, ഒരു ടീം വർക്ക് വേണം. ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് അദ്ദേഹം ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സക്സസ്ഫുൾ ടീംസ് ഹാവ് മെമ്പേഴ്സ് ഹൂ ഷെയർ ഐഡിയാസ് ഫ്രീലി, ലിസൺ ടു അതേഴ്സ് ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ. അപ്പോൾ ഒരു സക്സസ്ഫുൾ ടീം എന്ന് പറയുന്നത്, ഒരു വിജയകരമായിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത്, അതിലെ അംഗങ്ങൾ സ്വതന്ത്രരായിട്ട് ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, അതുപോലെ മറ്റുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, പരസ്പരം പിന്തുണക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ടീമാണ് സക്സസ്ഫുൾ ടീം എന്ന് പറയുന്നത്. ഹാവിങ് ക്ലിയർ റോൾസ് ആൻഡ് കോപ്പറേഷൻ ഹെൽപ്സ് ടീം അച്ചീവ് ബെറ്റർ റിസൾട്ട്സ്. അതുപോലെ പരസ്പരം കോപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ, പിന്തുണക്കുന്നതിലൂടെ, അതുപോലെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും അതുപോലെ സഹകരണവും ഒക്കെ ഉണ്ടാകുന്നതിലൂടെ നല്ലൊരു റിസൾട്ടിലേക്ക് നയിക്കുന്നുണ്ട്. Finally, Tom Wojick explains that failure is not bad. Mistakes help people learn and grow. And teams accept failure and improve their designs, they become more successful. അവസാനമായിട്ട് ടോം വുജിക്ക് പറയുന്നുണ്ട്, പരാജയം എന്ന് പറയുന്നത് ഒരിക്കലും മോശമുള്ള ഒരു കാര്യമല്ല. അതായത് നമുക്ക് തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ ആളുകളെ പഠിക്കാനും വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. തെറ്റുകളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ പരാജയം സ്വീകരിച്ച് നമുക്ക് ആ ഒരു ഡിസൈന് നമുക്കൊന്നും കൂടി മെച്ചപ്പെടുത്താൻ കഴിയും. അതുമൂലം ആ ഒരു ടീം തന്നെ കുറച്ചും കൂടെ സക്സസ് ആവും, വിജയിക്കാനൊക്കെ കഴിയും എന്നാണ് പറയുന്നത്. ഓവറോൾ ദ ലെസൺ ടീച്ചേഴ്സ് the creative thinking, teamwork, testing ideas early and learning from mistakes are key to success in both work and life. അപ്പോൾ ഓവറോൾ ഈ ഒരു ലെസൻ്റെ ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ്, ഒരു സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത, അതുപോലെ ടീം വർക്ക്, കൂട്ടായ്മ, അതുപോലെ ആശയങ്ങൾ ആദ്യം തന്നെ പരീക്ഷിക്കൽ, ടെസ്റ്റിംഗ് ഐഡിയാസ് ഏർലി, ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്, തെറ്റുകളിൽ നിന്ന് പഠിക്കൽ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് നമ്മുടെ ജോലി പരമായിട്ടുള്ള കാര്യത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മളെ വ്യക്തി ജീവിതത്തിലൊക്കെ വിജയത്തിനുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന്